സ്വർണ്ണ കവർച്ചയിൽ പ്രതികൾ ആരും രക്ഷപ്പെടില്ലെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിച്ചതിൽ ആശങ്കയില്ലെന്നും ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് പരാമർശം. എല്ലാ കാര്യവും നോക്കുന്നത് കോടതി മേൽനോട്ടത്തിലാണെന്നും അല്പം കൂടി സമയം നൽകൂ എന്നും ഹർജിക്കാരോട് കോടതി. സമൂഹ മാധ്യമമായ എക്സിന്റെ പാരീസിലെ ഓഫീസിൽ റെയ്ഡ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെയും ഡീപ് ഫേക്ക് വീഡിയോകളും പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണത്തിലാണ് അന്വേഷണം. എക്സ് ഉടമ ഇലോൺ മസ്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ളൊരു റെയ്ഡ് പരിശോധന? സുരേഷ്, പാരീസിലെ എക്സിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്നലെയായിരുന്നു റെയ്ഡ് നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ റെയ്ഡിന് അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ വീഡിയോകളാകട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളാകട്ടെ അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചില സാമൂഹ്യ വിരുദ്ധമായ ഇടപെടലുകളും അല്ലെങ്കിൽ സ്വകാര്യതയെ കടന്നു കയറുന്ന ഇടപെടലുകളും നടത്തുന്ന ചിത്രങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നൊരു ആരോപണമാണ് കൃത്യമായും അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിൽ ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുടെ ഭാഗമായുള്ള റെയ്ഡ് നടന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശാലമായ പരിശോധനകൾ ഇനിയും തുടരേണ്ടതുണ്ട്. സമാനമായി തന്നെ ഈ സ്വകാര്യതയിൽ കടന്നു കയറിയ ഒരു പ്രശ്നം, അതായത് മറ്റു വ്യക്തികളുടെയും പൗരന്മാരുടെയും സ്വകാര്യതയിൽ കടന്നു കയറുന്ന ഒരു പ്രശ്നം നേരത്തെയും ബ്രിട്ടനിലും ഇതുപോലെ തന്നെ എക്സിന് നേരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എക്സിന് നേരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു, ഇലോൺ മസ്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലുമായി സംബന്ധിച്ച കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നാണ് അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. സുരേഷ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.